2 സെക്ഷൻ കൂടിയുള്ളൂ കസേര നിസ്കാരത്തെ പറ്റി പറയുന്നത്. ഇത് പഠിച്ചോ, നല്ലതുപോലെ പഠിക്കും. പള്ളികളിലൊക്കെ വല്ലാതെ കസേര അധികരിച്ചു പോയി. രണ്ടാമത്തെ വ്യക്തിക്ക് നിൽക്കാൻ പറ്റൂല, പക്ഷെ എന്ത് പറ്റും? തറയിലിരുന്നിട്ട് നിസ്കരിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. നേരത്തത് നിൽക്കാൻ കഴിയും, തറയിലേക്ക് ഇരിക്കാൻ പറ്റൂല എന്നാണ്. അയാൾക്ക് സുജൂദിന് പോകുന്ന സമയത്ത് കസേരമേൽ ഇരിക്കാം. ഇതെന്താണ്? നിൽക്കാൻ പറ്റൂല, നിൽക്കാനുള്ള കഴിവ് ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതുമ്പോ പോലും അത് പൂർത്തിയാക്കി നിൽക്കാനേ വല്ല, കാലിന് അത്ര ബുദ്ധിമുട്ടാണ്, പ്രയാസാണ്. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, വല്ലാതെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവിടെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പള്ളിയുടെ ഭാഗത്ത് നിസ്കരിക്കാൻ പോകുമ്പോ പള്ളിയുടെ ഏതെങ്കിലും ഒരു തൂണിലേക്കോ വലതുവശത്തതാകുന്ന മതിലിലേക്കോ ഇടതുവശത്തെ മതിലിലേക്കൊക്കെ ഒന്ന് ചാരി നിന്ന് നിസ്കരിക്കാൻ നിനക്ക് കഴിവാകുമെങ്കിൽ നീ നിൽക്കൽ നിർബന്ധമാണ്. വേഗം കയറി ഇരിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിലും ഇനി അതല്ല, കൂലിക്ക് ഒരാളെ പിടിച്ച് നിർത്തിയിട്ട് എഴുന്നേപ്പിച്ച് നിർത്താൻ നിനക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, ഒരാളെ കൂലിക്ക് പിടിച്ച് നിർത്താൻ കഴിയുണ്ടെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞവരുണ്ട്. എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ കിട്ടിയ അവസരം വേഗം കയറി ഇരിക്കാനുള്ളതല്ല, പരമാവധി അള്ളാന്റെ മുന്നിൽ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. ഫർദ് നമസ്കാരം നിർബന്ധമായി നിന്ന് തന്നെ നിസ്കരിക്കണം. ഒരാൾ ഫാത്തിഹായും സൂറത്ത് ഓതുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അയാൾക്ക് അത്രയും നേരം പോലും നിൽക്കാൻ മേല എന്ന് പറഞ്ഞാൽ വളരെ അസഹനീയമാണ്, വേദനയുണ്ട്, ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടാൽ അയാൾ എന്ത് ചെയ്യണം? നേരെ താഴെ ഇരിക്കാൻ പറ്റുമല്ലോ, തറയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ തഹിയ്യാത്തിൽ ഇരുന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക. തഹിയ്യാത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം. നമ്മൾ ആദ്യത്തെ തഹിയ്യാത്തിൽ ഇരിക്കുന്നത്, ളുഹർ നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ തഹിയ്യാത്തുണ്ടല്ലോ, രണ്ടാമത്തെ റക്അത്തിലെ തഹിയ്യാത്തിൽ ഇരിക്കുന്ന ഇരുത്തം, അതാണ് ഇഫ്തിറാഷ്. മറ്റേത് തവറുക്കിന്റെ ഇരുത്താണ്. നമ്മുടെ പൃഷ്ഠഭാഗത്തിന്മേൽ ഇരുന്നു കൊണ്ടുള്ളതാകുന്ന ഇരുത്തം, അത് തവറുക്കിന്റെ ഇരുത്തമാണ്. ആദ്യത്തെ ഇരുത്തം അഥവാ നമ്മൾ നിസ്കാരത്തിൽ തന്നെ ഇടയിലെ ഇരുത്തം എന്ന് നമ്മൾ പറയും അല്ലേ? റബ്ബി ഗഫിർലി വറഹമനി വജ്ബുർനി ഒക്കെ പറയാൻ വേണ്ടി ഇരിക്കുന്ന ഇരുത്തം, അതാണ് ഇഫ്തിർ. മനസ്സിലായല്ലേ നിങ്ങൾക്ക്? സംഭവം മനസ്സിലായി? ആ ആദ്യത്തെ തഹിയ്യാത്തിൽ ഇരുത്തം, അതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ആ ഇരുത്തം ഇരുന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും, തറയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റും. എന്താ പറ്റാത്തത്? നിൽക്കാനാ പറ്റാത്തത്. എങ്കിൽ ആ തറയിലിരുന്ന് തന്നെ തുടക്കം മുതലേ നിസ്കരിക്കുക. നിനക്ക് എന്ത് പറ്റൂല? കസേരമേ കയറാൻ പറ്റൂല, കസേര തൊട്ടുപോരുത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? ഇത് മിക്ക ആളുകളും നിൽക്കാൻ പറ്റൂല എന്ന് കാണുമ്പോഴേ തന്നെ കസേര എടുത്തിടുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണം, അപകടമാണ്. അയാൾക്ക് എന്തിനു പറ്റും? തറയിലിരുന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് ശ്രേഷ്ഠത തറയിലിരുന്നു കൊണ്ട് തന്നെ നിസ്കാരം തുടങ്ങലാണ്. ശരിക്കും മനസ്സിലാക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. തറയിലിരുന്നു കൊണ്ട് നിസ്കാരം തുടങ്ങി, റുക്കൂ ചെയ്യുന്ന സമയത്ത് മുട്ടിൽ ആസ്വദിച്ച് ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് ആഞ്ഞു, സുജൂദ് പിന്നെ എഴുത്തുദാലാകുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ ഇരുന്നു, സമി അല്ലാഹു ലിമൻ ഹമീദ് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് റബ്ബനാ ലക്കൽ ഹംദ് പറഞ്ഞു. സുജൂദിലേക്ക് നേരെ പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ സുജൂദ് പോയി. അതൊക്കെ അയാൾക്ക് പറ്റുന്നതാണ്, പ്രശ്നമല്ല. ഇപ്പൊ 2 കൂട്ടരെ പഠിച്ചു. ഇനി മൂന്നാമത്തൊരു വ്യക്തി എന്ന് പറയുന്നത് നിൽക്കാനും പറ്റൂല, തറയിലിരിക്കാനും പറ്റൂല. നിൽക്കാനും പറ്റൂല, തറയിലിരിക്കാനും പറ്റൂല. എന്തേ പറ്റൂല? കസേരമേലെ പറ്റൂല. അങ്ങനത്തെ ഒരുത്തൻ അവൻ കസേര തുടക്കം മുതലേ ഇരുന്ന് നിസ്കരിച്ചോട്ടെ. കസേരയിൽ തന്നെ ഇരുന്നിട്ട് ആദ്യം മൂലേ കസേരയിൽ തന്നെ നിസ്കരിക്കും. കണ്ടില്ലേ? ആ വൈകല്യമുള്ള ആളുകൾ തുടക്കം മുതലേ അയാൾ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതാണ് കസേര നിസ്കാരം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഈ 3 കാറ്റഗറിയിലുള്ള വിഭാഗത്തെ നല്ലതുപോലെ തരംതിരിച്ച് നമ്മൾ പഠിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ കണ്ടുവരുന്നത് പള്ളിയിലേക്ക് നടന്നു വരും, നിൽക്കാനും ഒക്കെ നല്ല കഴിവുണ്ട്, പക്ഷെ എന്നിട്ട് നേരെ കസേര ആരോ നേർച്ചയാക്കി കൊണ്ട് ഇട്ടതാണ് വാപ്പ മരിച്ചതിന്റെ പേരിൽ. ആ കൂലി കിട്ടാൻ വേണ്ടി അത് ഇവൻ വന്ന് ഇരുന്നിട്ട് റായത്തായിട്ട് തുടക്കം മുതലേ അങ്ങ് ഇരിക്കുക. അവന്റെ നിസ്കാരം മുഴുവനും ഫസാദാണ്, ബാത്തിലാണ്, ഒക്കെ ഖളാ വീട്ടേണ്ടി വരും. പെണ്ണുങ്ങൾ മനസ്സിലായിക്കോ? ആരെങ്കിലും കസേര തിരിച്ചു വന്ന് ഭർത്താവ് പറയുന്നത് കണ്ടിട്ട് ചാടി ഇരിക്കരുത്. ഈ 3 കാറ്റഗറിയും വ്യക്തമായി മനസ്സിലാക്കാം. ഇവിടെ ഇനി പഠിക്കേണ്ട ഒരു മസല എന്ന് പറയുന്നത്, പലപ്പോഴും പലർക്ക് സംശയമുള്ളത് എവിടെയാണ് ഈ കസേര കൊണ്ട് ഇടേണ്ടത് എന്നാണ്. കസേരയുടെ കാല് എവിടുന്ന് തുടങ്ങണം? അത് വലിയൊരു മസലയാണ്. ചില പള്ളിയിൽ ഇടുമ്പോഴത്തേക്കും കൂടെ ഇറക്കിയിടുമ്പോൾ പറയും അങ്ങോട്ട് കയറ്റിയിട്ട് ഹൈവാനെ, ഇവിടെ ബാക്കിയുള്ളവർക്ക് സുജൂദ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. വലിയ കൂട്ടവും ബഹളവും, അടി ഇടി തൊഴി. ഇതിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് പഠിക്കുന്നവർ കൂടെ പഠിച്ചോളൂ. ഒന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തി അയാൾ ആരാണ്? നിൽക്കാൻ കഴിയും, എന്ത് പറ്റൂല? തറയിൽ പോയി ഇരുന്ന് സുജൂദ് ചെയ്യാനോ ഇരിക്കാനോ പറ്റാത്ത വ്യക്തി.
അയാള് ആദ്യം തന്നെ എവിടെയാ നിന്നാണ് നിസ്കാരം തുടങ്ങുന്നത്? അതെ, നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ പള്ളി നിസ്കരിക്കുമ്പോഴാട്ടെ ഇത് കൂടുതൽ ചർച്ച വരുന്നത്. പള്ളിയിലെ സഫ് ഒപ്പിച്ച് തന്നെ കറക്റ്റായിട്ട് മടമ്പുകാര് നോക്കി കാലിന്റെ ബാക്ക് വശം കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സഫ് ശരിയാക്കുന്നത്. സഫ് ശരിയാക്കുന്നത് അങ്ങനെയാണ്. എവിടെയാ കറക്റ്റ് ചെയ്യേണ്ടത്? മടമ്പുകാര് നോക്കിയിട്ടുണ്ട്, കാലിന്റെ ബാക്ക് ഭാഗം നോക്കിയിട്ടാണ് സഫ് കറക്റ്റ് ചെയ്യേണ്ടത്. നേരെ കറക്റ്റ് ബാക്കിലോട്ട് ഇറങ്ങി നിന്നാൽ മടമ്പുകാരെല്ലാവരുടെ ഓക്കെ ആയിരിക്കണം. അങ്ങനെയാണ് നിൽക്കേണ്ടത്. അപ്പൊ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അയാൾ സുജൂദിലേക്ക് പോകുന്ന സമയത്താണ് അയാൾക്ക് എന്ത് വേണ്ടത്? കസേര വേണ്ടത്. അയാൾ തുടക്കം മുതലേ നിൽക്കാൻ കഴിവുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അയാളുടെ സഫ് കറക്റ്റ് ചെയ്യേണ്ടത് ഇവരുടെ മടമ്പുകാരെ ഒപ്പിച്ചാണ്. സഫിൽ നിൽക്കുന്നവരുടെ മടമ്പുകാരെ ഒപ്പിച്ചാണ്. അയാള് സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ആ കസേരയിൽ ഇരിക്കണം. ആ കസേര എവിടെയായിരിക്കണം? സഫിന്റെ നേരെ ബാക്ക് ഭാഗത്തായിരിക്കണം. കാരണം അയാൾക്ക് തുടക്കം മുതലേ നിൽക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അയാളുടെ മടമ്പുകാര് നോക്കിയിട്ടാണ് സഫ് പരിഗണിക്കേണ്ടത്. സുജൂദ് മാത്രമാണ് പറ്റാത്തത്. അതിനുവേണ്ടി മാത്രമാണ് കസേരയുള്ളത്. അതിനുവേണ്ടി ആ ബാക്കിൽ ഇട്ടിരിക്കുന്നത്, അഥവാ നമ്മൾ ആ സഫിന്റെ എൻഡിൽ നിന്ന് കസേരയുടെ തുടക്ക ഭാഗം, കാലിന്റെ തുടക്കം തുടങ്ങണമെന്നർത്ഥം. അപ്പൊ ഇതാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ എന്റെ കാല് ഇവിടെ ശ്രദ്ധിച്ചു, ഞാൻ ഇവിടെ നിൽക്കുന്നതെങ്കിൽ സഫ് ബാക്കിലത്തെ സഫിന്റെ അങ്ങോട്ട് ഇറക്കിയിടണമെന്നർത്ഥം. അപ്പൊ പുറകിൽ നിൽക്കുന്നവന് നിസ്കാരം അവന് ശരിയാവൂലല്ലോ ഉസ്താദേ. പുറകിൽ നിൽക്കുന്നവൻ ഇതൊരു തൂണായിട്ട് അങ്ങ് സങ്കല്പിച്ചോളി. പള്ളിക്കകത്തൊരു തൂണുണ്ടെങ്കിൽ നീ എവിടെ പോയിട്ടാണ് സഫ് കിട്ടുന്നത്? ആ തൂണിങ്ങോട്ട് മാറിയിക്ക്, കുറച്ചു നേരം നിസ്കരിക്കട്ടെ എന്ന് പറയൂലല്ലോ. ആ ഇരിക്കുന്നത് ഒരു തൂണാണ് എന്ന് നീ സങ്കല്പിച്ചാൽ മതി. അപ്പുറം ഇപ്പുറം ഒന്ന് കെട്ടിക്കോ സഫ്, ഒരു കുഴപ്പമില്ല. നിന്റെ തുടർച്ചയെ ഒരു ബാധിക്കലും ഉണ്ടാവൂല. അള്ളാഹു കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. അയാൾക്കതൊരു പ്രശ്നമല്ല, അങ്ങനെ നിസ്കരിക്കും. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് കസേരയില്ല. ഏതാണ് അയാള്? നിൽക്കാൻ കഴിയില്ല. അയാൾക്ക് എന്തേ പറ്റുള്ളൂ? തറയിലിരുന്നേ നിസ്കരിക്കുള്ളൂ. അപ്പൊ അയാൾ ആദ്യം തന്നെ തറയിരുന്നാ നിസ്കരിക്കുന്നത്. അയാളെ കുറിച്ച് പിന്നെ കസേരയുടെ കാര്യം ചർച്ച തന്നെ ഇല്ല, പോയി. മൂന്നാമത്തെ വിഭാഗത്തിന് കസേരയുണ്ട്. അയാൾ ആദ്യം മുതലേ നിന്നാണോ നിസ്കരിക്കുന്നത്? അല്ല, അയാൾക്ക് നിൽക്കാനും കഴിയൂല, ഇരിക്കാനും തറയിലിരിക്കാനും പറ്റൂല. അയാൾ തുടക്കം മുതലേ കസേര നിസ്കാരക്കാരനാണ്. ആദ്യം മുതലേ ഇരുന്നാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അവന്റെ കണക്കാക്കുക ഇരുത്തത്തിൽ പൃഷ്ഠഭാഗമാണ് നമ്മുടെ സഫ് കണക്കാക്കുക. ആണോ? അപ്പൊ ഇവിടെ സഫാണ് എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ഇപ്പൊ ഇത് കണ്ടില്ല, എന്റെ പൃഷ്ഠഭാഗം മുതലാണ് സഫായിട്ട് കണക്കാക്കുക. അല്ലെ, നമ്മൾ അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ നമ്മുടെ പിൻഭാഗമാകുമെന്ന് ആ സഫിന് ഒപ്പിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നിന്റെ കസേര കയറ്റിയിടട്ടെ. അതായത് മുന്നോട്ട് കിട്ടി. അപ്പൊ കസേര കയറിപ്പോയി. അയാളെങ്ങനെ കയറിയത്? ശരിയായില്ലല്ലോ. അയാൾ നിൽക്കുന്നില്ല, അയാൾ ഇരുത്താണ്, തുടക്കം മുതലേ ഇരിക്കാൻ. അപ്പൊ അയാളുടെ കസേരയുടെ ബാക്കിലെ കാല് മതി അയാളുടെ സഫ് കറക്റ്റ് ചെയ്യാൻ. പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ജമാഅത്തിന്റെ തുടർച്ച കിട്ടാൻ വേണ്ടി. അപ്പൊ ഒരു വ്യക്തി മുന്നോട്ടായി, മറ്റൊരു വ്യക്തി പുറകോട്ടായി. രണ്ടു കൂട്ടരാരാന്നുള്ളത് നമ്മൾ പഠിക്കുകയും ചെയ്തു. അള്ളാഹു ഇത് കേട്ടതനുസരിച്ച് അമല് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ കസേര നിസ്കാരത്തിന്റെ ഏകദേശം രൂപരേഖ മനസ്സിലായി. കാണുന്നവരെല്ലാം അതിനകത്ത് കയറാനല്ല. ചിലർക്കങ്ങ് മടിയ. ചെറുപ്പക്കാരായ ആളുകൾ തന്നെ 10 വയസ്സും 15, 20 വയസ്സുള്ള 25 വയസ്സുള്ള പിള്ളേർ ഒരു പ്രശ്നമില്ല, നല്ല ആരോഗ്യത്തോട് വന്നപ്പോ പള്ളിയിൽ 5 കസേര കിടക്കുന്നു. വേഗം കയറി അതിനകത്തോട്ടങ്ങ് ഇരിക്കുക. മിക്കപ്പോഴും റമദാനിൽ പ്രത്യേകിച്ചും കാണുന്നുണ്ട്. വളരെ ഗൗരവമാണ്. നീ മനസ്സിലാക്കണം. നീ മനസ്സിലാക്കുന്ന കസേര ഇരിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് ചാടിക്കയറി ഇരിക്കാനുള്ളതല്ല. നിനക്കിരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഖത്തീബിനോടൊന്ന് ചോദിക്കണം. ഞാൻ ഇന്ന പ്രശ്നമുള്ള ആളാണ്, അപ്പോൾ ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായി മാറും. എനിക്ക് ഇരിക്കാൻ പറ്റുള്ളത് ഖത്തീബ് പറഞ്ഞു തരും. എങ്കിൽ മാത്രമേ ഇരിക്കാവുള്ളൂ. അല്ലാതെ വെറുതെ കയറി കസേരയിൽ ഇരുന്ന് നിസ്കാരം വസാദാകരുത്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ.